എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. റീൽസ് അല്ല റിയാലിറ്റി എന്ന് എല്ലാ കപ്പിൾസ് റീൽസ് ചെയ്യുന്നവരും കപ്പിൾസ് ടിക്ടോക്കിലൂടെയും ഒക്കെ ഫേമസായി ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വന്ന് യൂട്യൂബിലൊക്കെ ചാനൽ തുടങ്ങിയ കപ്പിൾസ് എല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് റീൽസ് അല്ല റിയാലിറ്റി എന്ന്. ഈ 90s കിഡ്സിനെ കുറ്റം പറയുന്ന 2K കിഡ്സിനോട് ഓക്കെ, ഞാനും ന്യൂ ജനറേഷനിൽപ്പെട്ട ഒരാളാണ്. എൻ്റെയും ചിന്ത ന്യൂ ജനറേഷൻ തിങ്കിങ് തന്നെയാണ്. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഈ റീൽസിലെ കപ്പിൾസിനെയും ഇതുപോലെ ഒളിച്ചോടി പോകുന്നവരെയും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന കുട്ടികളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഈ 2K കിഡ്സാണ്. ഏറ്റവും ഒരു 13, 14, 15, 16 അങ്ങനെ ആ ഒരു ഏജിലുള്ള 18 വരെയുള്ള ഏജാണ് അവർ ഓർക്കുന്നത്. ഇപ്പോൾ ഇതായിരിക്കും റിയാലിറ്റി. കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അടിച്ച് പൊളിച്ച് നടക്കാം, ഇഷ്ടംപോലെ ഹിമാലയ ടൂറ്, ഇഷ്ടംപോലെ ഫുഡ്സ്, ഇതൊക്കെയാണ് റിയാലിറ്റി എന്ന്. എന്നാ വെച്ചാൽ ഇവർ കാണുന്ന ലൈഫ് ഇവർ സത്യം പറഞ്ഞാൽ അവർ 2K കിഡ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കണ്ടു വളർന്നത് ഫോണാണ്. നമ്മളെന്ന് പറയുമ്പോൾ പറമ്പിലൂടെയും പാടത്തോടെ ഓടി പാഞ്ഞ് നടന്ന് കളിച്ച് നമ്മുടെ ചിന്താഗതി വേറെ, നമ്മൾ ചിന്തിക്കുന്ന തിങ്കിങ്ങേ വേറെ. പക്ഷെ അവർ ജനിച്ചത് അവർ ഫോണിലോട്ട് ഉള്ള ഗെയിംസും, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരോർക്കുന്ന റിയാലിറ്റി ഈ റീൽസിൽ കാണുന്ന പോലെ കല്യാണം കഴിഞ്ഞാലും അതുപോലെ പ്രേമിച്ച് സ്നേഹിച്ച് നടക്കുമ്പോഴൊക്കെ ഈ റീൽസിൽ കാണും പോലെ എന്നാണ്. പക്ഷെ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. പൊന്നൂസ് സുജിൻ, മല്ലു ഫാമിലി പൊന്നൂസ് സുജിൻ, അതുപോലെ അമൽ, സുകന്യ, അവരുടെ ഫാമിലിയിൽ എന്തായിരുന്നു അമ്മായിയമ്മയൊക്കെ കൂടിയുള്ള റീൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഇതുപോലൊരു നല്ലൊരു ഫാമിലി ഇല്ലയെന്നായിരുന്നു. ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ. സുകന്യ, അമൽ, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ ചാനലെല്ലാം വി ആർ ലവ് കാണാറുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കിഷ്ടമാണ് നിങ്ങളെ. ഞാൻ കുറ്റം പറഞ്ഞല്ല. റിയാലിറ്റി, റീൽസും റിയാലിറ്റിയും തമ്മിലുള്ളൊരു വ്യത്യാസം അതിനുവേണ്ടി പറഞ്ഞതാണ്. പൊന്നൂസ് സുജിൻ മല്ലു ഫാമിലിയിലെ ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ അമൽ, സുകന്യ, ഇപ്പം ലേറ്റസ്റ്റ് നമ്മുടെ കുഞ്ഞാറ്റ അയച്ചായൻ. ജന്മത്ത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചോ അവരുടെ ലൈഫ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? അവർ എന്തൊക്കെയാണ്. ഇച്ചായൻ എന്ന് പറഞ്ഞൊരു പാവം പാവം പയ്യൻ. ഞാനൊക്കെ അങ്ങനെ മല്ലു ഫാമിലിയിലെ അവരുടെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ആൽബത്തിനകത്തും വീഡിയോസിനകത്തൊക്കെ കാണുമ്പോൾ പാവം ഇച്ചായൻ. ഓ പാവം കുഞ്ഞാറ്റ. പക്ഷേ ഇപ്പോൾ ഇച്ചായൻ്റെ തന്നെ കുണം കണ്ടില്ല നമ്മൾ ചാറ്റിലൂടെയും എന്തൊക്കെ സെക്സ് ചാറ്റിങ് സംഭവങ്ങൾ കുഞ്ഞാറ്റേനെ പറ്റിച്ചുകൊണ്ട് ഒരു സൈഡികളെ. മക്കളെ റീൽസ് അല്ല റിയാലിറ്റി. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓടിപ്പോയി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതല്ല റീൽസ് അല്ല റിയാലിറ്റി. അത് റീൽസ് നമ്മൾ കണ്ടിട്ട് വേണം, നമ്മുടെ വ്യൂസ് കിട്ടിയിട്ട് വേണം അവർക്ക് കാശുണ്ടാക്കാൻ. നമ്മളന്നേരം കൊണ്ട് പഠിക്കുക, നമുക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ റീൽസും ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങണം. നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾ സൃഷ്ടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ പഠിത്തം അത് മാത്രമുള്ളൂ നമുക്ക് ലാസ്റ്റ്. നിങ്ങൾ നല്ലൊരു ജോബ് പൊസിഷനിലെത്തുക. അതാണ് നമുക്ക് വേണ്ടേ. അല്ലാണ്ട് ഈ റീൽസും ചെയ്ത് നടക്കുന്നവർ അതൊന്നും അല്ല റിയാലിറ്റി എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി. എത്രയോ ഉദാഹരണങ്ങൾ